റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ADGP MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. അജിത് കുമാറിനെതിരെ പരാതിക്കാരൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. SP ഓഫീസിലെ മരം മുറി നടപടിക്രമം പാലിച്ചാണ്. നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല. സ്വർണ്ണക്കടത്തിൽ ADGP നിരപരാധിയാണ്. തേക്ക് മരം കൊണ്ട് അജിത് കുമാർ ഫർണിച്ചർ ഉണ്ടാക്കിയെന്ന PV അൻവറിന്റെ ആരോപണം വ്യാജമാണെന്നും റിപ്പോർട്ടിലുണ്ട്. പരാതിക്കാരന്റെ മൊഴി പോലും രേഖപ്പെടുത്താതെയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. കോടതിയിൽ സമർപ്പിക്കുമ്പോഴുള്ള ലീഗൽ അഡ്വൈസറുടെ ഒപ്പില്ലാതെയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ്, കോടതിയിൽ നിന്ന് നിശിത വിമർശനമാണ് ഇന്നലെ നേരിട്ടത്. ഇപ്പോൾ അജിത് കുമാറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിനിത, ഇന്നലെ ADGP MR അജിത് കുമാർ വിജിലൻസ് സംഘത്തിന് നൽകിയ മൊഴി നമ്മൾ പുറത്തുവിട്ടിരുന്നു. ആ മൊഴിയും ഈ അന്വേഷണ റിപ്പോർട്ടും വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, മൊഴിയായി ADGP MR അജിത് കുമാർ എന്തൊക്കെയാണോ വിജിലൻസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ഷിബു പാപ്പച്ചന് നൽകിയത് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് അന്വേഷണ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണോ അജിത് കുമാർ പറഞ്ഞത് അത് മുഴുവൻ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഷിബു പാപ്പച്ചൻ അന്വേഷണ റിപ്പോർട്ടായി തിരുവനന്തപുരം സ്പെഷ്യൽ വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുകയാണ്. 5 കാറ്റഗറികളായി തിരിച്ചിട്ടാണ് ഈ അന്വേഷണം നടത്തിയിരിക്കുന്നത്. അതിൽ ആദ്യം മലപ്പുറം SP ഓഫീസിലെ തേക്കുമരം മുറിച്ച് അതിൽ സുജിത്ദാസ് SP-യുമായി ചേർന്ന് അവിടുത്തെ മരം കടത്തിക്കൊണ്ടുപോയി ഫർണിച്ചർ നിർമ്മിച്ചു എന്നതാണ്. മറ്റൊന്ന് വീട് നിർമ്മാണമാണ്, മറ്റൊന്ന് ഫ്ലാറ്റ് നിർമ്മാണമാണ്, മറ്റൊന്ന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുള്ളതാണ്, മറ്റൊന്ന് മറുനാടൻ മലയാളിയിലെ ഷാജിസ് കറിയ 2 കോടി രൂപ നൽകി കേസ് അട്ടിമറിച്ചു എന്നതാണ്. ഇത് ഓരോന്നായി അന്വേഷിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇതിൽ തേക്കുമരം അവിടെ നിന്ന് കടത്തി പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അത് വെച്ച് ADGP MR അജിത് കുമാർ ഒരു തരത്തിലുള്ള ഫർണിച്ചറും നിർമ്മിച്ചിട്ടില്ല. അവിടെ മരം മുറിച്ചത് നിയമാനുസൃതമാണ് എന്ന് പോലീസ് രേഖകളിൽ നിന്ന് വ്യക്തമാണ് എന്ന കാര്യം പറയുന്നു. വീട് വാങ്ങിയ കാര്യത്തിൽ ഒരു തരത്തിലുള്ള അലിഗേഷനും നടന്നിട്ടില്ല. സഹോദരന്മാരുമായും ബന്ധുക്കളുമായി ചേർന്ന് നിയമാനുസൃതമായാണ് വീട് നിർമ്മാണത്തിലുള്ള സ്ഥലം ആദിത്യവർമ്മയിൽ നിന്ന് വാങ്ങിയത് എന്ന് പറയുന്നു. ഫ്ലാറ്റിൻ്റെ കാര്യത്തിൽ പറയുന്നത് ഇന്നലെ മൊഴിയിൽ പറഞ്ഞതുപോലെ 2009 ഫ്ലാറ്റ് വാങ്ങി 2016 വിൽക്കുന്ന സമയത്താണ് ആധാരം നടത്തിയിട്ടില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ ആധാരം നടത്തി എന്നത് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി MR അജിത് കുമാർ പറയുന്ന കാര്യം കൃത്യമായി പറയുന്നു. സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ഒരു ബന്ധവും MR അജിത് കുമാറിനില്ല എന്ന് സ്ഥാപിക്കാൻ അവർ പറയുന്നത് 6 സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ്. ആ മൊഴി അനുസരിച്ച് 2022 ഫെബ്രുവരി മാസം മുതൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ പോലീസിൻ്റെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. ആ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയതിന് ശേഷം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ കസ്റ്റംസിനെ മറികടന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട്. അതല്ലാതെ അതിൽ മറ്റൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. PV അൻവർ അവിടെ ഉണ്ണികൃഷ്ണൻ എന്ന ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ വീടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആസ്തിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചത് ഓർമ്മയുണ്ടാകും. ആ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് സ്വർണം അവിടെ കൃത്യമായ സ്വർണ്ണമാണോ എന്ന് നോക്കുന്നതെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്. ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു എന്നതൊക്കെ MR അജിത് കുമാർ മൊഴിയായി കൊടുത്ത കാര്യങ്ങളാണ്. മറ്റൊന്ന്, പരാതിക്കാരനായ P നാഗരാജ് പറയുന്നത് അവിശ്വസനീയമാണ്, തെറ്റായ കാര്യമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അവിടെയുള്ള ഒരു പ്രശ്നം, നാഗരാജിൻ്റെ മൊഴി പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ എടുത്തിട്ടില്ല എന്നതാണ്. മൊഴിയെടുക്കാത്ത ഒരാൾ പറയുന്നത് തെറ്റാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നു. PV അൻവർ പറയുന്ന എല്ലാ കാര്യവും റിപ്പോർട്ട് നമുക്ക് തോന്നിക്കുന്ന തരത്തിലാണ്. പരാതിക്കാരന്റെ മൊഴി പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് അന്വേഷണമാണ് പിന്നെ നടത്തിയത്? സ്വാഭാവികമായും കോടതി ഈ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം കോടതി ഇത് തള്ളിക്കളയാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. പരാതിക്കാരൻ്റെ മൊഴിയെടുക്കാതെ ആ പരാതിക്കാരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണ് എന്ന് പറയുന്നു. PV അൻവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. ഒരെണ്ണത്തിന് പോലും തെളിവുകൾ ഹാജരാക്കാൻ PV അൻവറിന് കഴിഞ്ഞിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, സാധാരണഗതിയിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് ഷിബു പാപ്പച്ചൻ ആ റിപ്പോർട്ടിൽ എഴുതി
എഴുതിയിട്ടുണ്ട്, മേലുദ്യോഗസ്ഥൻ്റെ പേര് SP-യുടെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നീട് ലീഗൽ അഡ്വൈസറിൻ്റെ പേര്. സാധാരണഗതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് അതാത് ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസ് ആണെങ്കിൽ വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസറിന് ഈ റിപ്പോർട്ട് കാണിച്ച് ഇതിൽ മറ്റ് പാകപ്പിഴകളൊന്നുമില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാണ് സമർപ്പിക്കുക. ഈ റിപ്പോർട്ട് ലീഗൽ അഡ്വൈസറെ കാണിച്ചിട്ടില്ല. അക്കാര്യം ആ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ 1-ാം പേജിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിൽ പാകപ്പിഴയുള്ള പ്രഥമദൃഷ്ട്യാ തന്നെ പാകപ്പിഴയുള്ള ഈ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടർ വഴി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയതാണ്. ഈ റിപ്പോർട്ട് ശരിവെച്ച് ഇത് കൊള്ളാം, കൃത്യമായി നല്ല അന്വേഷണം നടത്തിയിട്ടുള്ള ശരിയായ റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് ശരിവെച്ച് ഒപ്പിട്ട് നൽകിയ റിപ്പോർട്ട് കൂടിയാണ് ഈ റിപ്പോർട്ടെന്ന് ഓർക്കണം. ഈ റിപ്പോർട്ട് നമ്മുടെ സ്ക്രീനിൽ ADGP MR അജിത് കുമാർ കൊടുത്ത മൊഴിയും ഈ റിപ്പോർട്ടും കാണിച്ചാൽ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പ്രഹസനമായ റിപ്പോർട്ടാണ്, അന്വേഷണമാണ് നടന്നതെന്ന് ഈ റിപ്പോർട്ടും മൊഴിയും വായിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാകും. സ്വാഭാവികമായും എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞു എന്ന ചോദ്യത്തിന് ഈ അന്വേഷണ റിപ്പോർട്ടും മൊഴിയും മാത്രം നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും. വിനിത, അത് തന്നെയാണ് വിജിലൻസ് കോടതിയുടെ ചോദ്യവും അത് തന്നെയായിരുന്നു. പരാതിക്കാരന്റെ മൊഴി പോലും രേഖപ്പെടുത്താതെ എങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തും എന്നതായിരുന്നു ചോദ്യം. മാത്രമല്ല, ഇതിൽ അജിത് കുമാർ നൽകിയൊരു മൊഴിയുണ്ടല്ലോ, ഈ രേഖകൾ ഉണ്ടാക്കിയത്, തനിക്കെതിരെ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് പോലീസിനകത്ത് തന്നെയാണ് എന്നൊരു മൊഴി അജിത് കുമാർ നൽകിയിരുന്നല്ലോ. അക്കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും പരിശോധന നടന്നിട്ടുണ്ടോ? ഈ വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട്, വ്യാജരേഖ ചമച്ചതുമായി ഒക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ? അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ഈ കൃത്യമായി അജിത് കുമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ആ റിപ്പോർട്ട് പരിശോധിച്ച് കൃത്യമായി മനസ്സിലാകും. അജിത് കുമാർ എന്താണോ മൊഴി നൽകിയത് അത് മാത്രമാണ് ഈ റിപ്പോർട്ടിലുമുള്ളത്. ഇതിൽ പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന ഗുരുതരമായ കാര്യമുണ്ട്. കോടതിയും അത് ചോദിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാനാകില്ല എന്നതായിരുന്നല്ലോ നേരത്തെ പൊതുഭരണ വകുപ്പിൻ്റെ ഒക്കെ ഒരു നിലപാട്. പക്ഷേ ഇതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വരാതിരുന്നത് എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ റഹീസ്? ഉറപ്പായും വിനിത. കാരണം ഒരു വിവരാവകാശ നിയമപ്രകാരം ഈ അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ ഇതിന് പൊതു താല്പര്യമില്ല, അതുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്നതായിരുന്നു പൊതുഭരണ വകുപ്പിൻ്റെ നിലപാട്. ആ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ട് സ്ക്രീനിൽ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ല എന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ നിലപാടെടുത്തത് എന്നതിന് ഉത്തരമാണ് ഈ റിപ്പോർട്ട്. അടിമുടി സ്വാഭാവികമായും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പരാതിക്കാരൻ അല്ലെങ്കിൽ മൊഴി നൽകിയ PV അൻവർ പറയുന്ന ഇന്ന ഭാഗങ്ങൾ ഇന്നതുപോലെയാണ്, അതിൽ ADGP MR അജിത് കുമാർ പറയുന്നതിൽ ചില വ്യത്യാസമുണ്ട് എന്നത് സ്വാഭാവികമായും ഒരു അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പറയേണ്ടതാണ്. അങ്ങനെ ഒരു സ്ഥലത്തും പറയുന്നില്ല. ഇതിനകത്ത് ഒരു വാല്യൂ ആഡഡ് ആയി റിപ്പോർട്ടിലുള്ള ഒരു കാര്യം, ഫ്ലാറ്റ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിൻ്റെ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുറച്ചുകൂടി MR അജിത് കുമാറിനെ ഫേവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വരിയുണ്ട്. അതായത് MR അജിത് കുമാർ ഇന്നലെ മൊഴിയിൽ പറഞ്ഞത് 2009 ഈ ഫ്ലാറ്റ് വാങ്ങി 2016 ഫെബ്രുവരി 19 ഇത് വിൽക്കുന്ന സമയത്താണ് ഇത് ആധാരം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയത്, അതുകൊണ്ട് ആധാരം ചെയ്ത് വിറ്റു എന്നതാണ്. ഇതിൽ അതിനെ സാധൂകരിക്കാൻ വേണ്ടി പറയുന്നത് 2009 MR അജിത് കുമാർ ഫ്ലാറ്റ് വാങ്ങി 2012 മുതലാണ് ഈ ഫ്ലാറ്റിൻ്റെ ആധാരം അതിൻ്റെ ഫ്ലാറ്റ് ഉടമ അത് വാങ്ങിയ ഉടമകൾക്ക് കൊടുക്കുന്നത് 2012 മുതലാണ്. അതുകൊണ്ട് MR അജിത് കുമാറിന് ഫ്ലാറ്റ് ആധാരം ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനൊരു ഫ്ലാറ്റ് സ്വാഭാവികമായും ആധാരം ചെയ്യാൻ കാരണം 35 ലക്ഷം രൂപ കൊടുത്തിട്ട് ആധാരം ചെയ്യാൻ മറന്നുപോയി എന്ന് പറയുന്നത് നോർമൽ ലോജിക്കിൽ നിൽക്കില്ല. അതിനൊരു ലോജിക്ക് വിജിലൻസ് ഉണ്ടാക്കുകയാണ്. അത് MR അജിത് കുമാറിൻ്റെ മൊഴിയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതിൽ വിജിലൻസ് പറയുന്നത് 2012 മുതലാണ് ആ ഫ്ലാറ്റിൻ്റെ ഉടമ ഫ്ലാറ്റ് വാങ്ങിയ ഉടമകൾക്ക് ആധാരം ചെയ്തു കൊടുത്തത്. ഇനി 2012 ആധാരം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് 2016 വരെ MR അജിത് കുമാർ ആധാരം ചെയ്തില്ല എന്ന ചോദ്യം സ്വാഭാവികമായി വരും. അതിനും ഈ റിപ്പോർട്ടിൽ ഉത്തരമുണ്ട്. ഫ്ലാറ്റിൻ്റെ ഉടമ വിദേശത്തായിരുന്നു. MR അജിത് കുമാർ അന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. അതുകൊണ്ട് ആ തിരക്ക് കാരണം ആധാരം ചെയ്യാൻ പറ്റിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. 35 ലക്ഷം രൂപ കൊടുത്ത് ഫ്ലാറ്റ് വാങ്ങി 2012 ഇവരുടെ റിപ്പോർട്ടിലുള്ള വാദം മുകളിലേക്കെടുത്താൽ തന്നെ 2012 മുതൽ ആധാരം ചെയ്തു കൊടുത്തു. എന്നിട്ട് 4 വർഷം
തിരക്ക് കാരണം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എന്ന തിരക്ക് MR അജിത് കുമാറിന് വിദേശത്തായിരുന്നു ഉടമ, അതുകൊണ്ടാണ് ആധാരം ചെയ്യാൻ ഇത്ര കാലം നീണ്ടുപോയത് എന്ന് പറഞ്ഞ് MR അജിത് കുമാറിനെ കൂടുതൽ വെളുപ്പിക്കുന്ന, അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ കൂടി പറഞ്ഞ് കോടതിയുടെ ചോദ്യം വന്നാൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കൂടുതൽ വെളുപ്പിക്കുന്ന ഒരു വാല്യൂ ആഡഡ് കാര്യം കൂടി ഈ അന്വേഷണ റിപ്പോർട്ടിൽ അതാണ് അടിമുടി വെള്ളപൂശിയ റിപ്പോർട്ട് എന്ന് തന്നെ നമുക്ക് പറയണം.